وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. هيا على الصلاة هيا على الصلاة هيا على الفلاح هيا على الفلاح. الله أكبر الله أكبر. لا إله إلا الله. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. صدق الله العظيم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ സകലവും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ
പടച്ച തമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖികളായ അടിമകളെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം വീണ്ടും ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹിജ്റ വർഷം 1435 നിന്ന് 1436 പ്രവേശിക്കുകയാണ്. നാം ഈ ഒരു കാലഗണനയെ അത് എത്തിക്കും വിധം ഓർക്കാറുണ്ടോ? അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? സ്ഥലകാല ബോധം എന്നത് സജീവമായി നിലകൊള്ളുന്ന ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. ചരിത്രബോധം നഷ്ടപ്പെടുക എന്നത് ആത്മഹത്യാപരമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാലം എന്നത് വളരെ മഹത്തായ ഒരു ദൈവിക ദൃഷ്ടാന്തമാണ്. കാലത്തെ സൃഷ്ടിച്ചതും നിശ്ചയിച്ചതും നിർണയിച്ചതും അവ നമുക്ക് അനുഭവിപ്പിക്കുന്നതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകുന്നു. രാപ്പകലുകൾ മാറി മാറി വരുന്നത് അവന്റെ മഹത്തായ ദൃഷ്ടാന്തമാണ്. അതിലുപരിയായി പടച്ച തമ്പുരാൻ ഈ ദിനരാത്രങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആരാണോ കാലത്തെ സംവിധാനിച്ചത് അവൻ തന്നെയാണ് നിർണിതമായ ഓരോ കാലത്തും എന്ത് സംഭവിക്കണം എന്നും നിശ്ചയിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബ 36-ാമത്തെ ആയത്തിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാം: ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ അവന്റെ കണക്കനുസരിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാകുന്നു. മിൻഹ അർബഅത്തുൻ ഹുറും, അവയിൽ 4 എണ്ണം വിശിഷ്ടമായ ആദരണീയമായ മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതത്രേ ചൊവ്വായ ദീൻ. ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമനുസരിച്ചാണ് എന്നർത്ഥം. അവയിൽ ഇടപെടാൻ നമുക്ക് യഥാർത്ഥത്തിൽ അർഹതയില്ല, അധികാരമില്ല. പടച്ച തമ്പുരാൻ നേരത്തെ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവ കണ്ടെത്തുവാനും ഉപയോഗപ്പെടുത്തുവാനും മാത്രമാണ് അല്ലാഹു നമുക്ക് അനുവാദം നൽകിയിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും ഉത്തമ സമുദായം ഈ ദിനരാത്രങ്ങളുടെ പേരിൽ നിരന്തരം വഴക്കടിച്ചുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മാസപ്പിറവികൾ, നോമ്പിന്റെ, പെരുന്നാളിന്റെ, അതേപോലെ ശ്രേഷ്ഠമായ ചില ദിനങ്ങളും രാവുകളുമൊക്കെ, ലൈലത്തുൽ ഖദർ, താശൂഅ, ആശൂറ നോമ്പ്, അറഫ നോമ്പ് തുടങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ നാം അസ്വസ്ഥരാകുന്നു, ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇതിൽ നമുക്ക് ഇടപെടാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും അല്ലാഹു നൽകിയിട്ടില്ല. അന്യായമായി അല്ലാഹു നിശ്ചയിച്ച കാലഘടനയിൽ ഇടപെടൽ, അതിനെ ഖുർആൻ പരാമർശിക്കുന്നത് ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ എന്നാണ്. ഇന്നമൻ നസീ, അന്യായമായി ഈ കാലത്തിൽ ഇടപെടുക എന്നത്, ദിവസത്തിന്റെയോ ആഴ്ചയുടെയോ മാസത്തിന്റെയോ കണക്കിൽ ഇടപെട്ട് അതിൽ കൃത്രിമം വരുത്തുക എന്നത് സിയാദത്തുൻ ഫിൽ കുഫർ, അത് കുഫറിന്റെ ഏറ്റവും മൂർത്തമായ രൂപമാണ്, അതിരുകടന്ന അവസ്ഥയാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് കാണാം. അതിനാൽ അത്യന്താധുനികം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, എല്ലാ രംഗത്തും പുതിയ ടെക്നോളജി
ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തെ അതിന്റെ ശുദ്ധ പ്രകൃതിയിൽ അറിയുവാനും തിരിച്ചറിയുവാനും ജനസമക്ഷം അവതരിപ്പിക്കുവാനുമുള്ള സന്നദ്ധത തീർച്ചയായും ഇസ്ലാമിക ലോകം പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഈ വേളയിൽ പ്രത്യേകമായി നമ്മെ ഉണർത്തുകയാണ്. ഇസ്ലാമിന്റെ കാലഗണനാ രീതി എപ്പോഴാണ് രൂപപ്പെട്ടു വന്നത്? ഇസ്ലാമിന് മുമ്പ് അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുൽ ഇസ്ലാമിനെ പുനരവതരിപ്പിക്കുന്നതിന് മുമ്പ് കാലഗണനയ്ക്ക് പല രീതികളാണ് ആളുകൾ സ്വീകരിച്ചിരുന്നത്. മുമ്പ് നടന്ന ഏതെങ്കിലും ഒരു ചരിത്ര സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കാലത്തെ നിർണയിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് അറബ് നാടുകളിൽ നിരന്തരം നടന്നുകൊണ്ടേയിരുന്ന ചില യുദ്ധ പരമ്പരകൾ ഉണ്ടായിരുന്നു. ഹർബുൽ ഫിജാർ യുദ്ധങ്ങൾ. അത്തരം യുദ്ധങ്ങൾക്ക് സന്ധിയിലേർപ്പെട്ട മറ്റൊരു സാഹചര്യമാണ് ഹൽഫുൽ ഫുദൂൽ എന്ന് പറയുന്നത്. അതേപോലെ ആ കാലഘട്ടത്തിലെ സുപ്രധാനമായ ഒരു സംഭവമായിരുന്നു ആനക്കലഹ സംഭവം. അതിനെ തുടർന്ന് ആമുൽ ഫീൽ, ആനക്കലഹ വർഷം എന്ന പേരിൽ അതറിയപ്പെട്ടു. ഇങ്ങനെ ചില ചരിത്രപരമായി ഓർമ്മിക്കപ്പെടുന്ന സന്ദർഭങ്ങളെ മുൻനിർത്തിയിട്ട് അത് അടയാളമാക്കിക്കൊണ്ട് കാലഗണന നിർവഹിച്ചതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ കാലത്ത് പറയുമ്പോൾ ഡിസംബർ 6 അല്ലെങ്കിൽ സെപ്റ്റംബർ 11 ഇതുപോലെയുള്ള ചില ഡേറ്റുകൾ നമ്മുടെ മനസ്സിനും ഇതുപോലെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം എന്ന പോലെ ഏതെങ്കിലും ഒരു ചരിത്ര സംഭവം മുൻനിർത്തിയിട്ട് കാലഗണന നടത്തുന്ന ഒരു സമ്പ്രദായം അന്ന് നിലവിലുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അങ്ങനെയൊക്കെയാണ് നിലനിന്നിരുന്നത് എന്ന് കാണാം. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോൾ സ്വഹാബിമാർ കൂടിയിരുന്നു കൊണ്ട് ഒരു ആലോചന നടത്തുകയുണ്ടായി. എങ്ങനെയായിരിക്കണം ഇസ്ലാമിന്റെ കലണ്ടർ രൂപപ്പെടുത്തേണ്ടത്, അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാകണം എന്ന വളരെ ഗൗരവപ്പെട്ട ചർച്ചയെ തുടർന്ന് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും അവിടെ ഉണ്ടായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം, അതല്ലെങ്കിൽ ചരമദിനം, അല്ലെങ്കിൽ നുബുവത്തിന്റെ ആരംഭം, ഖുർആനിന്റെ അവതരണത്തിന്റെ ആരംഭം, അല്ലെങ്കിൽ ബദർ പോലെയുള്ള സുപ്രധാനമായ യുദ്ധങ്ങൾ, അതല്ലെങ്കിൽ ഫത്ഹ് മക്ക വിജയം എന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു അധ്യായമാണല്ലോ. അതല്ലെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകിയ ഹജ്ജത്തുൽ വിദാ, പ്രവാചകന്റെ വിടവാങ്ങൽ ഹജ്ജ്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ചരിത്ര സംഭവങ്ങൾ മുൻനിർത്തിയിട്ട് ഇവയൊക്കെ നമുക്ക് കാലഗണനയുടെ മാനദണ്ഡമാക്കാം എന്ന അഭിപ്രായങ്ങളുണ്ടായി. ഒടുവിൽ തീരുമാനമായത് ഹിജ്റയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തീരുമാനം കൽപ്പിക്കാം എന്നത് തന്നെയായിരുന്നു. ഹിജ്റയാണ് അന്തിമമായിട്ട് ഇസ്ലാമിക കാലഗണനയുടെ അഥവാ കലണ്ടറിന്റെ മാനദണ്ഡമായിട്ട് നിശ്ചയിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാം. പൊതുവെ ഇസ്ലാമിന്റെ മുമ്പ് തന്നെ ചന്ദ്രവർഷ ആരംഭം മുഹറമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നടന്നിരുന്നത് എന്ന് കാണാം. മുഹറം മാസത്തിൽ ആരംഭിച്ച് ദുൽഹജ്ജോടുകൂടി അവസാനിക്കുന്ന ക്രമം നേരത്തെ തന്നെ നടപ്പിലുണ്ടായിരുന്നു. ഹിജ്റ എന്ന മഹത്തായ ചരിത്ര സംഭവം നടന്നത് മുഹറമിലാണോ? അല്ല എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഹിജ്റ നടന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിന്റെ 13ാമത്തെ വർഷം സഫർ 27 മുതൽ റബീഉൽ അവ്വൽ 12 വരെയുള്ള 14 ദിവസങ്ങളിലായിട്ടാണ്. 14 ദിവസങ്ങൾ കൊണ്ടാണ് ഹിജ്റ പൂർണ്ണമായത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹിജ്റയെ മാനദണ്ഡമാക്കിക്കൊണ്ട് കലണ്ടർ രൂപപ്പെടുത്തുവാൻ അന്ന് ജീവിച്ചിരിപ്പുള്ള മഹാന്മാരായ സ്വഹാബിമാർ ഒരുമിച്ച് ചേർന്ന് തീരുമാനമെടുക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഹിജ്റ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ എന്നത് ഏതാണ്ട് 450ഓളം കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. ഇന്ന് ഹാജിമാർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. ഒരുപക്ഷെ 10-12 മണിക്കൂറുകൾ കൊണ്ട് എത്തിച്ചേരാവുന്ന ഒരു വഴിദൂരം മാത്രമാണ് അത്. എന്നാൽ ആ ഹിജ്റയ്ക്ക് എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ ഇത്രമാത്രം ഇടമുണ്ടായത്? ആ യാത്രയുടെ ദൈർഘ്യം കൊണ്ടാണോ, അതല്ലെങ്കിൽ ആ യാത്രയിൽ അനുഭവപ്പെട്ട പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ടാണോ, ആ പാത ഏറെ ദുർഘടമായതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ
ഹിജ്റ ഇത്രമാത്രം വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവമായത്? ഹിജ്റയുടെ പിന്നിലെ നിലപാട് കൊണ്ട് തന്നെയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ സംഭവങ്ങൾ ഒരുപക്ഷെ ഇന്ന് നാം പുനർവായനക്ക് വിധേയമാക്കുമ്പോൾ അത് ഭൗതികമായ അർത്ഥത്തിൽ എടുത്തു പറയപ്പെടാവുന്ന ഒരു സംഭവം ആയിക്കൊള്ളണം എന്നില്ല. ഒന്നാം ലോക ക്രൂര യുദ്ധം നടന്നല്ലോ, അല്ലെങ്കിൽ രണ്ടാം ലോക യുദ്ധവും അതേപോലെ നടന്നു. അത്തരത്തിലുള്ള മഹാ ആൾനാശങ്ങൾ ഉണ്ടായ യുദ്ധങ്ങളൊന്നും ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല. എല്ലാം കൂട്ടിക്കുറച്ചാൽ 1000-ൽ പരം ആളുകൾ മാത്രമാണ് ഇസ്ലാമിക യുദ്ധങ്ങളിൽ മരണപ്പെട്ടത് എന്ന് നമുക്ക് കാണാം, ശത്രുപക്ഷത്ത് നിന്നും മുസ്ലിം പക്ഷത്ത് നിന്നും. പക്ഷേ ബദർ വേറിട്ട് നിൽക്കുന്നു. 300-1000 തമ്മിൽ ഏറ്റുമുട്ടിയ ബദർ വേറിട്ട് നിൽക്കുന്നു. എന്താ കാരണം? അതിന്റെ പിന്നിലെ നിലപാടാണ് അവിടെ പ്രധാനമാവുന്നത്. അതേപോലെ തന്നെയാണ് ഹിജ്റയും സുപ്രധാനമായി തീരുന്നത്. ഹിജ്റയ്ക്ക് പിന്നിലുള്ള അതിപ്രധാനമായ നിലപാട് നിമിത്തമാണ് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഹിജ്റ ഒരിക്കലും ഒരു നാടുവിടലായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല. പ്രതിയോഗികൾ പ്രചരിപ്പിക്കുന്നത് പോലെ എല്ലാം വിട്ടെടുത്തുള്ള ഒരു ജീവൻ മരണ ഓട്ടമായിരുന്നില്ല ഹിജ്റ എന്ന് നമുക്കറിയാവുന്നതാണ്. അതിന്റെ പിന്നിലെ നിലപാടാണ് അവിടെ ഏറ്റവും പ്രധാനമായി തീരുന്നത്. ആ വാക്കിന്റെ അർത്ഥം തന്നെ വെടിയുക എന്നുള്ളതാണ്. എന്താണ് വെടിയേണ്ടത്? ഇഷ്ടപ്പെട്ടതല്ല. ആർക്ക് വേണ്ടിയാണ് വെടിയേണ്ടത്? അല്ലാഹുവിന്റെ മാർഗത്തിൽ. അല്ലാഹുവിന്റെ മാർഗത്തിൽ താൻ ഇഷ്ടപ്പെടുന്നതെല്ലാം വെടിയുവാനുള്ള സന്നദ്ധത ഒരു സത്യവിശ്വാസി പ്രകടിപ്പിക്കുമ്പോൾ അതാണ് ഹിജ്റ എന്ന് വിളിക്കപ്പെടുന്നത്. ഇസ്ലാമിക ശരീഅത്ത് ഹിജ്റയെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: അൽ ഇന്തിഖാൽ മിൻ അർദി ശിർക്ക് ഇലാ അർദിൽ ഈമാൻ. അൽ ഇന്തിഖാൽ അതൊരു പറിച്ചുനടലാണ്. മിൻ അർദി ശിർക്ക് ഇലാ അർദിൽ ഈമാൻ. ഷിർക്കിന്റെ ഭൂമിയിൽ നിന്ന്, ഷിർക്കിന്റെ മണ്ണിൽ നിന്ന് ഈമാനിന്റെ മണ്ണിലേക്കുള്ള പറിച്ചുനടലാണ് ഹിജ്റ എന്ന് ഇസ്ലാമിക ശരീഅത്ത് വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ, ഇസ്ലാമിക സമൂഹത്തിന്റെ സ്വഹാബി കിറാമിന്റെ ഹിജ്റ ആ അർത്ഥത്തിലാണ് സുപ്രധാനമായി തീരുന്നത് എന്ന് നമുക്ക് കാണാം. ഹിജ്റയിലേക്ക് നയിച്ച പശ്ചാത്തലം പഠിക്കുമ്പോൾ അതൊരിക്കലും കേവലം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ സമ്പത്തുക്കൾ സുരക്ഷിത സ്ഥാനത്തെത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല, കുറുക്കുവഴി തേടലായിരുന്നില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു ഇസ്ലാമിക സമൂഹം അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എങ്ങനെ ജീവിക്കണം, ഏതൊരു ലക്ഷ്യം മുൻനിർത്തിയാണ് അവർ മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന കൃത്യമായ ലക്ഷ്യബോധം ഹിജ്റ നമുക്ക് നൽകുന്നുണ്ട്. ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു, ഈ ഇസ്ലാം എന്ന മതത്തിന്റെ ഭാഗമായി ജനിച്ചതുകൊണ്ട് ഈ സമുദായത്തിന്റെ ആചാര സമ്പ്രദായങ്ങളുമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു എന്നതിനൊക്കെ അപ്പുറത്ത് കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഇസ്ലാമിക സമൂഹം മുന്നേറേണ്ടത് എന്ന തിരിച്ചറിവാണ് ഹിജ്റ നമുക്ക് നൽകുന്ന മഹത്തായ ഒരു പാഠം. നമുക്കറിയാം ചരിത്രങ്ങൾ. മക്കയിലെ 13 വർഷക്കാലത്തെ പീഡന പർവ്വം, അങ്ങേയറ്റം പ്രയാസങ്ങൾ നിറഞ്ഞ സഹന സമരത്തിൻ്റെതായ കാലഘട്ടം നാം പലപ്പോഴും അനുസ്മരിക്കാറുള്ളതാണ്. ബഹിഷ്കരണവും ഉപരോധവും നിരന്തരമായ പീഡനങ്ങളുമായിരുന്നു ആ കാലഘട്ടം. ഒടുവിൽ നബുവത്തിന്റെ 5-ാം വർഷം ഒരു സംഘം വിശ്വാസികൾ അബസീനിയയിലേക്ക് ഹിജ്റ പോകുന്നുണ്ട്. 2 സംഘങ്ങൾ 2 ഘട്ടങ്ങളിലായിട്ട് അബസീനിയയിലേക്ക് ഹിജ്റ പോയതായി ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് അബൂ ത്വാലിബിന്റെ മുമ്പിൽ വന്ന് പ്രവാചകന്റെ പിതൃവ്യനും സംരക്ഷകനുമായിരുന്ന മൂത്താപ്പയായിരുന്ന അബൂ ത്വാലിബിന്റെ അടുക്കൽ വന്ന് ഖുറൈശി നേതാക്കന്മാർ ആവശ്യമുന്നയിക്കുന്നുണ്ട്: നിങ്ങളുടെ മകനെ ഞങ്ങൾ വധിക്കും, പകരം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നല്ല ചുറുചുറുക്കുള്ള തന്റേടമുള്ള ഒരു യുവാവിനെ താങ്കൾക്ക് തിരഞ്ഞെടുക്കാം. വളരെ മാന്യമായിട്ടാണ് അവർ ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് എന്ന് കാണാം. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ധീരമായ നിലപാട് കാരണം പിതൃവ്യൻ സ്വയം ആ പിതൃവ്യ പുത്രന്റെ കൂടെ ചേരുന്ന സന്ദർഭമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. നിന്നോടൊപ്പം ഞാനുണ്ട് എന്ന് വാക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഇസ്ലാമിക ചരിത്രത്തിൽ നാം കാണുന്നുണ്ട്. എന്നാൽ കാലം മുന്നോട്ട് പോയി. അബൂ ത്വാലിബ് മരണപ്പെട്ടു. പ്രവാചകന് എല്ലാ അർത്ഥത്തിലും
സഹായമായിരുന്ന അബൂ താലിബിന്റെ വിയോഗം, പ്രവാചക പത്നി ഖദീജ ബീവിയുടെ വിയോഗം, ഇവരുടെ പ്രവാചകന് കനത്ത ആഘാതമായിരുന്നു. അതുകൊണ്ട് തന്നെ നുബുവത്തിന്റെ ആ 9-ാം വർഷം ആമുൽ ഹുസൻ അഥവാ ദുഃഖവർഷം എന്ന രൂപത്തിൽ ചരിത്രം രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. അതിനെ തുടർന്ന് പിന്നീട് ഖുറൈശി കൂട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്തുവാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനിടയിൽ മാതാവിന്റെ നാടായ ത്വാഇഫിലേക്ക് ഒരു പിന്തുണ തേടിയിട്ട് കടന്നു ചെല്ലുന്നുണ്ട്. അവരവിടെ വെച്ച് ആട്ടി ഓടിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ സവിധത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇസ്രാ മിഅ്റാജ് യാത്ര അതിനെ തുടർന്നാണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. എന്നാൽ മക്കയിൽ പ്രവാചകനെ വകവരുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണം? ഒന്നുകിൽ ഇദ്ദേഹത്തെ തടവിലിടണം, അതല്ലെങ്കിൽ നാട് കടത്തണം, അതുമല്ലെങ്കിൽ വധിച്ചു കളയണം എന്ന നിരന്തരമായ ഗൂഢാലോചനകൾ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ പടച്ച തമ്പുരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മറ്റു ചില പ്രതീക്ഷയുടെ കിരണങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുകയുണ്ടായി. അഥവാ യസ്രിബ്, പിന്നീട് മദീന എന്ന പേരിൽ വിശ്രുതമായ ആ നാട്ടിൽ നിന്നുള്ള ചില ശുഭവാർത്തകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുകയാണ്. നുബുവത്തിന്റെ 11-ാം വർഷം 6 പേരടങ്ങുന്ന ഒരു സംഘം ഹജ്ജ് വേളയിൽ മക്കയിലെത്തി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അഖബ എന്ന സ്ഥലത്ത് വെച്ച് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യണ്ടായി. അടുത്ത വർഷം നുബുവത്തിന്റെ 12-ാമത്തെ വർഷം ഇതേപോലെ മറ്റൊരു സംഘം 12 പേരടങ്ങുന്ന ഒരു സംഘം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. അവരും പ്രവാചകന്റെ പിന്തുണ പ്രഖ്യാപിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തുടർന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹുവെ മദീനയിലേക്ക് പ്രബോധകനായിട്ട് അയച്ചു. നല്ല പ്രതികരണമായിരുന്നു. അതിനെ തുടർന്ന് നുബുവത്തിന്റെ 13-ാമത്തെ വർഷം 75 പേരടങ്ങുന്ന ഒരു സംഘവുമായിട്ട് അവർ പ്രവാചകനെ സമീപിച്ചു. 73 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അങ്ങനെ ഒരു ഹജ്ജ് നിർവഹിച്ചു. അതിനുശേഷം അഖബ എന്ന സ്ഥലത്ത് വെച്ച് അവർ സന്ധിക്കുകയും പരസ്പരം സംസാരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് ചില സന്ധികളിൽ അവർ എത്തിച്ചേർന്നു, ചില തീരുമാനങ്ങളിലെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുരക്ഷിതത്വം പൂർണ്ണമായി ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളും, പ്രവാചകന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാനും സ്വന്തം ജീവൻ വെടിയുവാനും ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പ്രവാചകന്റെ പിതൃകൻ അബ്ബാസ് എന്നവരോട് അവർ വാക്ക് നൽകിയതായിട്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മറ്റൊരു മാർഗം തുറക്കപ്പെടുകയായിരുന്നു. മക്കയിൽ നട്ട് നനച്ചെടുക്കാൻ കഴിയാത്ത ദീനുൽ ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിൽ നട്ടുമുളപ്പിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു എന്ന മഹത്തായ പ്രതീക്ഷയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തുടർന്ന് ലഭിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് സ്വഹാബിമാർ ഒറ്റയും തെറ്റയുമായി മദീനയിലേക്ക് യാത്ര തുടങ്ങി. ഇങ്ങനെ സംഘങ്ങളായി അവർ മദീനയെ പ്രാപിച്ചുകൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയ്ക്കുള്ള മാനസികമായ ഒരുക്കത്തിലാണ്. എന്നാൽ അല്ലാഹുവിങ്കിൽ നിന്ന് കൃത്യമായ കൽപ്പന ലഭിക്കുന്നതുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിപ്പ് തുടരുകയായിരുന്നു. മാത്രമല്ല തന്റെ സഹചരനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കാത്തിരിപ്പ് തുടരുകയായിരുന്നു. അതിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രാത്രിയിൽ തന്റെ വീട്ടിൽ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പുറത്ത് ശത്രുക്കളുടെ കാൽപ്പര്യമാറ്റം തിരിച്ചറിഞ്ഞു. അന്ന് തന്നോടൊപ്പം അലി റളിയല്ലാഹു അൻഹുവും കൂടെ കഴിയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് തന്റെ വിരിപ്പിൽ കിടക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വിട്ടിറങ്ങുന്ന ഉദ്വേഗജനകമായ സംഭവമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിട്ടുണ്ട് എന്ന് സൂറത്ത് തൗബയിൽ അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഹുനൈനിന്റെ ദിവസവും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പുറപ്പെടുന്ന ആ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പൂർണ്ണമായും സഹായിച്ചിരുന്നു. അങ്ങനെ സിദ്ദീഖുൽ അക്ബറിനോടൊപ്പം ആരംഭിച്ച ആ യാത്ര തികച്ചും ആസൂത്രിതമായിരുന്നു എല്ലാ അർത്ഥത്തിലും. അല്ലാഹുവിന്റെ പ്രവാചകൻ
അള്ളാഹുവിന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നടത്തുന്ന ഹിജ്റ, അതിൽ പ്രവാചകന് വല്ലതും ഭയപ്പെടാനുണ്ടോ? താൻ അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ടല്ലേ പുറപ്പെട്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ യാതൊരു മുന്നൊരുക്കവും കൂടാതെ വേണമെങ്കിൽ ഇറങ്ങി തിരിക്കാമായിരുന്നു. പക്ഷെ ഹിജ്റ നൽകുന്ന പാഠം മറ്റൊന്നാണ്. ഭൗതികമായ മനുഷ്യസാധ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളോടും കൂടി തന്നെയാവണം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള തവക്കുൽ. തവക്കുൽ എന്താണെന്ന് സ്വന്തം ജീവിതം കൊണ്ട്, സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥന മാത്രമല്ല തവക്കുൽ, അതിനും അപ്പുറത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിതനായിക്കൊണ്ട് ഇറങ്ങി തിരിക്കുമ്പോൾ അള്ളാഹു തആല നൽകിയ എല്ലാ കഴിവുകളും സാമർഥ്യങ്ങളും നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുവാൻ എന്ന് ഹിജ്റ നമുക്ക് നൽകുന്ന മഹത്തായ പാഠമാണ്. പ്രവാചകന് പോകേണ്ടിയിരുന്നത് വടക്കോട്ടായിരുന്നെങ്കിൽ പ്രവാചകനും സിദ്ദീഖുൽ അക്ബറും യാത്ര ആരംഭിക്കുന്നത് തന്നെ തെക്കോട്ടാണ്. അഥവാ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതിരിക്കുവാൻ, അവരുടെ എല്ലാ ആസൂത്രണങ്ങളെയും തകർത്ത് കളയുവാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിർ ദിശയിൽ യാത്ര ആരംഭിച്ചതായിട്ട് നമുക്ക് കാണാം. ഇടയ്ക്ക് വെച്ച് 3 നാളുകൾ സൗർ ഗുഹയിൽ തങ്ങുന്നുണ്ട്. അതും ശത്രുക്കളുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. 3 ദിനങ്ങൾ സൗർ ഗുഹയിൽ കഴിച്ചു കൂട്ടുകയാണ്. ആ സന്ദർഭം ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ടല്ലോ. സൗർ ഗുഹാമുഖത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ചിലന്തി വല നെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഊളിയിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഒരു പ്രാവ് മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രാവ് കൊടുന്നനെ അകത്തു നിന്ന് പുറത്തേക്ക് പറന്നു പോകുന്നതും ശത്രുക്കൾ കാണുകയുണ്ടായി. ഇങ്ങനെ പ്രാവുകൾ അടയിരിക്കുന്ന, ചിലന്തി വല നെയ്തിരിക്കുന്ന ഈ ഗുഹയ്ക്കകത്ത് ഒരു മനുഷ്യനും ഒരിക്കലും താമസിക്കുകയില്ല എന്ന് അവരുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തയിട്ട് കൊടുക്കുകയായിരുന്നു. പടച്ചതമ്പുരാന്റെ സംവിധാനത്തെ കുറിച്ച് ഓർക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കും എന്നതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ആ സംഭവം. പടച്ചതമ്പുരാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സൂറത്തുൽ ഇസ്രായിൽ 80-ാമത്തെ ആയത്ത്, 81 ആയത്തുകൾ നമുക്കിങ്ങനെ ഓതാൻ കഴിയും. ആ ചരിത്ര പശ്ചാത്തലം മുൻനിർത്തിക്കൊണ്ട് വഖുൽ, പ്രവാചകരെ താങ്കൾ പ്രാർത്ഥിക്കും, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖ്, പടച്ചവനെ നീ എന്നെ എങ്ങോട്ട് പ്രവേശിപ്പിക്കുകയാണെങ്കിലും സത്യത്തോടൊപ്പം പ്രവേശിപ്പിക്കണമേ. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ്, എങ്ങോട്ട് പുറത്തിറക്കുകയാണെങ്കിലും എങ്ങോട്ട് പുറപ്പെടുവിക്കുകയാണെങ്കിലും എന്നെ സത്യത്തോടൊപ്പം പുറപ്പെടുവിക്കണമേ. വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ, നിന്നിൽ നിന്നുള്ള അധികാരത്തിന്റെ ഒരു ചിഹ്നം നീ എനിക്ക് നൽകണമേ, സഹായം എനിക്ക് നൽകണമേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുവാൻ അല്ലാഹു തആല ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല വഖുൽ, താങ്കൾ പ്രഖ്യാപിക്കും, ജാഅൽ ഹഖ്, സത്യം സമാഗതമായിരിക്കുന്നു, വസഹഖൽ ബാത്തിൽ, അസത്യം തകർന്നു പിരിഞ്ഞു പോയിരിക്കുന്നു, ഇന്നൽ ബാത്തില കാന സഹൂഖ, നിശ്ചയം അസത്യം തകരാനുള്ളത് തന്നെയാണ്. ഇങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജന്മനാടും വീടും സമ്പാദ്യങ്ങളും എല്ലാം വിട്ടേച്ചുകൊണ്ട് ഒരു അഭയാർത്ഥി എന്ന പോലെ മരുഭൂമിയിലൂടെ ഉഴറി നടക്കുന്ന വേളയിലാണ് പടച്ചതമ്പുരാൻ ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നത്. സത്യം ജയിച്ചു, അസത്യം തകർന്നു, അസത്യം തകരാനുള്ളത് തന്നെ. അള്ളാഹുവിനുള്ള തവക്കുലാണ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയുടെ പൊരുൾ എന്ന് നാം പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ടതുണ്ട്. ആ സന്ദർഭത്തിലാണല്ലോ പ്രവാചകന്റെ തലയുമായി വരുന്നവർക്ക് 100 ഒട്ടകം വാഗ്ദാനം ചെയ്ത ഖുറൈശി കൂട്ടത്തിന്റെ ആഹ്വാനം കേട്ട് പലരും പല ഭാഗങ്ങളിലേക്ക് കുതിരകളുമായിട്ട് ഓടിക്കളിച്ചെത്തിയത്. പ്രവാചകനെ കൺമുമ്പിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട് സുറാഖ എന്ന കുതിരപ്പടയാളി. നല്ല കരുത്തനായ അശ്വാഭ്യാസിയാണ് സുറാഖ. പക്ഷെ സുറാഖയുടെ കുതിരക്കുളമ്പുകൾ മണ്ണിൽ പൂണ്ടുപോവുകയാണ്. ഒടുവിൽ അയാൾക്ക് മനസ്സിലായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതൻ തന്നെയാണ്, അതുകൊണ്ടാണ് എന്റെ കുതിര മുന്നോട്ട് നീങ്ങാത്തത്. പ്രവാചകന്റെ മുന്നിൽ അയാൾ അടിയറ പറയുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കുതിരയെ എഴുന്നേൽക്കാൻ സഹായിച്ചുകൊണ്ട് പറയുന്നു, സുറാഖ,
താങ്കൾ ഈ രഹസ്യം ആരോടും മിണ്ടിപ്പോകരുത്. മിണ്ടുകയില്ലെങ്കിൽ മാത്രം താങ്കൾക്ക് രക്ഷയുണ്ട് എന്ന് പറഞ്ഞ് സുറാഖയോട് പുറപ്പെട്ടുകൊള്ളാൻ പറയുന്നുണ്ട്. ആ വേളയിലാണല്ലോ പറഞ്ഞത്, സുറാഖ, ഒരു നാൾ വരും, സീസറിന്റെ വളകൾ താങ്കളുടെ കൈകളിൽ അണിയിക്കപ്പെടുന്ന ഒരു കാലം വരും എന്ന് പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് അഭയാർത്ഥിയെ പോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും മഹത്തായ പ്രതീക്ഷ നൽകുന്ന ഒരു വിളംബരം നടത്തുന്നത്. പിന്നീട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അതേ സീസറിന്റെ വളകൾ സുറാഖയുടെ കൈകളിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അണിയിച്ചു കൊടുത്തു എന്നതാണ് ചരിത്രം. ഇതാണ് ഇസ്ലാമിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇസ്ലാമിക സമൂഹം ഒരിക്കലും നിരാശപ്പെട്ടു പോകേണ്ടവരല്ല എന്നുകൂടി ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള മഹത്തായ വിജയങ്ങൾ, മഹത്തായ മുന്നേറ്റങ്ങൾ, അള്ളാഹുവിന്റെ ദീൻ അതിന്റെ ലക്ഷ്യം പ്രാപിച്ചതിന്റെ അടിസ്ഥാന കാരണം ഈ മാർഗത്തിൽ ത്യാഗസന്നദ്ധരായ ഒരു സംഘം വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നതുകൂടിയാണ്. കേവലമായ ഒരു ആൾക്കൂട്ടമായിരുന്നില്ല അവർ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു പലായനം നടത്തിയത്? മസ്ജിദുൽ ഹറമിൽ നിന്നാണ് പുറപ്പെടുന്നത്. 1,00,000 ഇരട്ടി പ്രതിഫലം ഒരു നമസ്കാരത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട മസ്ജിദുൽ ഹറമിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുൽ ഇസ്ലാമുമായിട്ട് ഹിജ്റ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യബോധമുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ദീനിനെ അതിന്റെ പൂർണ്ണതയോടുകൂടി സ്ഥാപിക്കുവാൻ സാധിക്കണമെങ്കിൽ അതിന് കൃത്യമായ ഒരു നിയമവ്യവസ്ഥയും ഒരു ഭരണകൂടവും അനിവാര്യമാണ് എന്ന് പടച്ച തമ്പുരാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പടച്ചവനെ, നിന്നിൽ നിന്നുള്ള അധികാരത്തിന്റെ ഒരു ചെങ്കോൽ, അധികാരത്തിന്റെ സഹായം നൽകിയിട്ട് എന്നെ നീ സഹായിക്കണമേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതിൽ തീർച്ചയായും അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുവഴിയാണ് അല്ലാഹുവിന്റെ ദീൻ അതിന്റെ എല്ലാ മേഖലകളിലും പൂർണ്ണമായ രൂപത്തിൽ നടപ്പിൽ വരുത്തപ്പെട്ടത് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ ഇസ്ലാം എന്നത് പേഴ്സണൽ ലോവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിശ്വാസിയുടെ വ്യക്തിപരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയുന്ന വളരെ പരിമിതമായ ഒരു ഇസ്ലാമുമായിട്ടാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനനം, മരണം, വിവാഹം, അനന്തരാവകാശം, അതുപോലെ ആരാധനാ കർമ്മങ്ങൾ തുടങ്ങിയ വളരെ പരിമിതമായ ഒരു തലത്തിലേക്ക് നമ്മുടെ ദീനുൽ ഇസ്ലാം ചുരുങ്ങിപ്പോയി. എന്നാൽ അത് അതിന്റെ പൂർണ്ണതയിലേക്ക് ഇസ്ലാം ഒരു സമൂഹമായി, ഒരു രാഷ്ട്രമായി, ഒരു നിയമമായി വളർന്ന് പന്തലിക്കുന്ന ഒരു പശ്ചാത്തലം തീർച്ചയായും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ചതുപോലുള്ള ഒരു ഇസ്ലാമിക മാറ്റത്തിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും കൂടി നാം തിരിച്ചറിയണം. ഹിജ്റ എന്നത് ദേശത്യാഗം മാത്രമല്ല, അതിലുപരിയായിട്ട് നമ്മുടെ മനസ്സിനെ തെറ്റായ നിലപാടുകളിൽ നിന്ന് നല്ല നിലപാടുകളിലേക്ക് നാം പലായനം ചെയ്യിക്കുമ്പോൾ അതും ഒരു ഹിജ്റ തന്നെയായിരിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെ വെടിയുന്നവനാണ് യഥാർത്ഥത്തിൽ മുഹാജിർ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതിനാൽ നമ്മുടെ നിലപാടുകൾ ഇസ്ലാമികമായ നിലപാടിലേക്ക് മാറ്റി എഴുതുവാൻ, അത്തരത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വയം സമർപ്പിതരാകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് ഹിജ്റ നമുക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ അവൻ നമുക്ക് നൽകിയ ആയുസ്സും ആരോഗ്യവും സമ്പത്തും വിഭവങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് മുഹാജിറുകളായി തീരുവാൻ തൗഫീഖ് നൽകുമാറാണ്. ഹിജ്റ അനുസ്മരിക്കപ്പെടുമ്പോൾ അത് കേവലം ഒരു ചരിത്ര സംഭവത്തിന്റെ സാമ്പ്രദായികമായ ഒരു അനുസ്മരണം എന്ന അർത്ഥത്തിൽ നാം അതിനെ കാണരുത്. തീർച്ചയായും ഒരു സത്യവിശ്വാസി എന്നും മുഹാജിറാണ്, എന്നും
ദുനിയാവ് വിട്ട് ഖബറിടത്തിലേക്കും മഹ്ശറിലേക്കും ഹിജ്റ പോകേണ്ടവർ തന്നെയാണല്ലോ നമ്മൾ. അതിനു മുമ്പായി തന്നെ അല്ലാഹുവിന്റെ ദീനിന്റെ വക്താക്കളാണ് നാമെങ്കിൽ നിരന്തരമായ ഹിജ്റ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കും. ഗുജറാത്തിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ ഹിജ്റ ചെയ്തിട്ടുണ്ട്. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന്, അതുപോലെ സിലോണിൽ നിന്ന് ഹിജ്റ ചെയ്തത് നമുക്കറിയാം. ഫലസ്തീൻ എന്നും മുഹാജിറുകളുടെ രാഷ്ട്രമായി നിലനിൽക്കുന്നു. അപ്പോൾ നാം മാത്രം സ്വസ്ഥമായി നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കച്ചവടവും ഇടപാടുകളുമായിട്ട് എന്നും ഉണ്ടാകും എന്ന് നാം വ്യാമോഹിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുവാനുള്ള സന്നദ്ധത എന്നും സത്യവിശ്വാസി തന്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കണം. അവസരം എപ്പോഴാണ് വന്നെത്തുക എന്നറിയില്ല. എന്നും സജ്ജരായി നിലകൊള്ളുവാനുള്ള മനസ്സാണ് ഹിജ്റ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് നാം ഓർത്തിരിക്കുക. ഇന്ന് നമുക്ക് ലഭിച്ച ഒരു വാർത്ത വളരെ ദുഃഖകരമാണ്. ബംഗ്ലാദേശിലെ സമുന്നതനായ മുസ്ലിം നേതാവും അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീറുമായ മൗലാന ഗുലാം ആസം സാഹിബ് ജയിലിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. ഷെയ്ഖ് ഹസീനയുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ അകപ്പെട്ട് വളരെ വൃദ്ധനും അങ്ങേയറ്റം അവശനുമായ സാത്വികനായ പണ്ഡിതനായ ആ മുസ്ലിം നേതാവ് ജയിലിൽ വെച്ച് ഷഹാദത്ത് വരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് മേൽ ചുമത്തപ്പെട്ട കുറ്റം കേൾക്കുമ്പോഴാണ് നാം അത്ഭുതപ്പെട്ടു പോവുക. 270 ബലാത്സംഗ കുറ്റം അദ്ദേഹത്തിന് മേൽ അവിടുത്തെ ഗവൺമെന്റ് ചുമത്തിയിരിക്കുന്നു. അത്രേ 1,00,000-ൽ പരം യുവാക്കൾ ബംഗ്ലാദേശിൽ ഇന്ന് ജയിലറുകളിലാണ്. കാരണം മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അവർ പ്രവർത്തിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ. നമുക്കറിയാം, കഴിഞ്ഞ വർഷം അബ്ദുൽ ഖാദർ മുല്ല എന്ന അവിടുത്തെ നേതാവ് തൂക്കിലേറ്റപ്പെടുകയുണ്ടായി. അതുപോലെ മറ്റു പലരും അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്രയായിട്ടുണ്ട്. അള്ളാഹുവെ, ഗുലാം ആസം സാഹിബിന് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമെന്നാണ്. പഠിച്ചവനെ, അദ്ദേഹത്തിന് ഷഹാദത്തിന്റെ പദവി നൽകി അനുഗ്രഹിക്കണമെന്നേ. പഠിച്ചവനെ, ആ നാടിന് സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമെന്നാണ്. ഒരുപാട് സഹോദരങ്ങൾ ശാരീരികമായി പ്രയാസപ്പെട്ട പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു സഹോദരൻ ശരീരം തളർന്ന് ആശുപത്രിയിലാണ്. 2-3 ദിവസങ്ങൾ കൊണ്ട് സംഭവിച്ച ഗുരുതരമായ ഒരവസ്ഥയാണിത്. മറ്റൊരു 10 വയസ്സായ പെൺകുട്ടി ഹൃദയ ശസ്ത്രക്രിയയെ തുടർന്ന് അവശതയിലാണ്. ഹൃദയമിടിപ്പ് ഇതുവരെയും ക്രമമായിട്ടില്ല. പ്രാർത്ഥിക്കുവാൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിലെ ഇസ്മായിൽ ഷക്കീല ദമ്പതികളുടെ മകൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ പോയി മരണപ്പെടുകയുണ്ടായി. അല്ലാഹുവേ, എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമെന്നാണ്. രോഗികൾക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കണമെന്നേ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നിങ്ങൾ നീ കാത്തു രക്ഷിക്കണമെന്നേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشرك قلبنا بالنار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف